ഹലോ, എവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് യഥാർത്ഥത്തിൽ ഒരു പുതിയ സബ്ജക്റ്റ് അല്ല. തോറിയത്തെക്കുറിച്ച് നമ്മളൊരു സീരീസ് ചെയ്തുകൊണ്ടിരുന്നു. അതിലെ 2ാം ഭാഗത്തില് അല്പം ക്ലാരിറ്റി കുറവ് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. മറ്റ് സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മാത്രമാണ്. അത് വലിയ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ ആ വീഡിയോയിൽ പറഞ്ഞതിന്റെ ചുരുക്കം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ തോറിയം ഇതിനെ ഒരു ഫ്യുവലായി ഉപയോഗിക്കാമെന്ന്, അറ്റോമിക് ഫ്യുവലായിട്ട് ഉപയോഗിക്കാമെന്ന് ഒന്നാമത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. അറ്റോമിക് ഫ്യുവലായിട്ട് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെ എന്ത് ചെയ്യണം? യുറേനിയത്തിന്റെ തന്നെ പ്രകൃതിയിൽ ഇല്ലാത്ത ഒരു വകഭേദം യുറേനിയം 233 ആക്കി ഇതിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിനുശേഷമാണ് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇനി എന്തുകൊണ്ടാണ് ഈ തോറിയത്തെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ വളരെ വ്യാപകമായിരിക്കുന്നത് എന്ന് ചോദിച്ചാല് അതിന്റെ കാര്യം, ഒന്നാമത്തെ കാര്യം, നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവലായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സംഗതി യുറേനിയമാണ്. അതില് 2 വകഭേദങ്ങളുണ്ട്. 235, 238. 235നെയാണ് നമ്മൾ എന്തായി ഉപയോഗിക്കാൻ കഴിയുന്നത്? ന്യൂക്ലിയർ ഫ്യൂവലായി റിയാക്ടറുകളിലും ഇനി ആയുധങ്ങളിലും ഉപയോഗിക്കുന്നത് 235ആണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ യുറേനിയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തോറിയത്തിന്റെ നിക്ഷേപം ഭൂമിയിൽ വളരെ അധികമാണ്. ഏതാണ്ട് അതിന്റെ ഒരു 4 മടങ്ങോളം നിക്ഷേപം തോറിയമുണ്ട്. അപ്പോൾ തോറിയത്തിന്റെ അവൈലബിലിറ്റി വളരെ അധികമാണ്. അതുകൊണ്ട് ദീർഘകാലത്തേക്കുള്ള ഊർജ ആവശ്യം നിറവേറ്റാൻ മനുഷ്യരാശിക്ക് വേണ്ടത് ഇവിടെ ഉണ്ട് എന്നാണ് ഒരു കണക്കാക്കല്. അതാണ് ഇതിനെക്കുറിച്ചുള്ള താല്പര്യം വീണ്ടും ഉദിക്കാനുള്ള ഒരു കാരണം. അത് മാത്രമല്ല, മറ്റു കാരണങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് കാർബൺ ബഹിർഗമനം, കാർബൺ പുറന്തള്ളൽ, അതായത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളും മറ്റ് പല സംഗതികളും കത്തിക്കുമ്പോൾ എന്ത് പുറത്തേക്ക് വരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറന്തള്ളുന്നു. അത് ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്നറിയാം. അതുകൊണ്ട് എല്ലായിടത്തും ഇത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക. അപ്പോൾ ഈ ഫോസിൽ ഇന്ധനത്തിന് പകരക്കാരെ കണ്ടെത്തണം. ഇപ്പോൾ വൈദ്യുതി ഉൽപാദനത്തിനായാലും ആ നിലയിലുള്ള ആലോചനകൾ ഒരു വളരെ തകൃതിയായി നടന്നിരുന്നു. ഇപ്പോഴീ യുദ്ധത്തിന്റെയും അമേരിക്കയുടെ പോളിസിയുടെയും ഒക്കെ ഫലമായിട്ട് അതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ മന്ദീഭവിച്ചിരിക്കുകയാണെന്നുള്ളത് വേറൊരു കാര്യം. എങ്കിലും ക്ലൈമറ്റ് ചേഞ്ചിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ആണവോർജത്തിലേക്ക് നോക്കുന്ന ഒരു സംഗതി, ഒരു ടെൻഡൻസി ലോകത്തെവിടെയും ഉണ്ട് ഇപ്പോഴെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് തോറിയത്തെ കുറിച്ചുള്ള ചർച്ച ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം. ഇനി നമ്മുടെ വൈദ്യുത ഉപഭോഗത്തിന്റെ ആവശ്യകത പല മടങ്ങ് വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോ 4ാമത്തെ വ്യവസായ വിപ്ലവം എന്നൊക്കെ പറയും, AI, നിർമ്മിത ബുദ്ധി. ഇപ്പൊ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും കമ്പ്യൂട്ടറിൽ കാണുന്ന ഒരു സംഗതി, അതില് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി തരുന്നു, ഒരു മനുഷ്യൻ മറുപടി തരുന്നു പോലെ ചാറ്റ് ബോട്ടുകൾ വിശകലനങ്ങൾ തരുന്നു, വേണമെങ്കിൽ ഒരു എസ്സേ എഴുതി തരും, ചിത്രങ്ങൾ ഉണ്ടാക്കി തരും. അങ്ങനെ ജനറേറ്റീവ് AI, ഏജന്റിക് AI ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് തന്നെ. ഇതിപ്പോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എപ്പോഴാണ് ഇന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ അതൊക്കെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി, അത് ചെയ്യും. അല്ലെങ്കിൽ മറ്റു ടാസ്കുകളൊക്കെ പൂർത്തീകരിക്കാനൊക്കെ കഴിയും. എന്തുവാകട്ടെ, അതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഇത് വളരെയധികം വൈദ്യുതി ഉപഭോഗം ആവശ്യമുള്ള പ്രക്രിയയാണ്. AI ഡേറ്റാ സെന്ററുകൾ ഭീമാകാരങ്ങളായ സ്ട്രക്ചറുകളാണ്. അവിടെ വേണ്ടി വരുന്ന വൈദ്യുതിയുടെ ഉപഭോഗം വളരെ അധികമാണ്. അതുകൊണ്ട് നമ്മുടെ വൈദ്യുതി ഉപഭോഗം കുതിച്ചു കയറാൻ പോവുകയാണ്. AI വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ സമ്മർദ്ദം വികസിത രാജ്യങ്ങളിൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടുതൽ വൈദ്യുതി വേണം. അതിനും ഇതിനെയാണ് നോക്കുന്നത്. അതാണ് മറ്റൊരു കാര്യം. ഇനി ഡേറ്റാ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇനി നമ്മൾ തോറിയം റിയാക്ടറുകൾ എടുത്താൽ, തോറിയം റിയാക്ടറുകൾ ഇന്ത്യ ഉൾപ്പെടെ പലയിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണും. അപ്പോ എന്താണത്? യുറേനിയം റിയാക്ടറിനേക്കാൾ അപകട സാധ്യത കുറഞ്ഞതാണ്, കുറഞ്ഞ മർദ്ദത്തിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു പൊട്ടിത്തെറിയുടെ സാധ്യത, അപകട സാധ്യത ഇതിൽ കുറവാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പലതരം പഠനങ്ങളിലൂടെ. പിന്നീട് ഇതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഈ റിയാക്ടറിൽ നിന്ന് വരുന്ന അവശിഷ്ടങ്ങൾ, ആണവ അവശിഷ്ടങ്ങൾ, അതിന്റെ കാര്യം എടുത്താലും യുറേനിയം റിയാക്ടറിലെ ആണവ അവശിഷ്ടങ്ങളിൽ നിന്നുള്ള വികിരണങ്ങൾ, റേഡിയേഷൻസ് ദീർഘകാലം നിലനിൽക്കുന്നതാണ്. അതേസമയം തോറിയം റിയാക്ടറിലെ അവശിഷ്ടങ്ങൾക്ക് അത്ര അധികമല്ല. മറ്റേത് ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷങ്ങളാണ്
ഏതിന്റെ കാര്യം? ഈ യുറേനിയം റിയാക്ടറിലെ അവശിഷ്ടത്തിന്റെ കാര്യം. ഇവിടെ അത് ഏതാണ്ട് 100 കണക്ക് വർഷങ്ങളെ ഉണ്ടാവുള്ളൂ. കൃത്യമായ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ ആ അവശിഷ്ടങ്ങളെ നമ്മൾ സംസ്കരിക്കണം, അല്ലെ സൂക്ഷിക്കണം. ഇതിന്റെ വികിരണം നാശം ഉണ്ടാക്കാത്ത രീതിയിൽ അത് സൂക്ഷിക്കണം. അപ്പൊ ആ നിലയിലും ഇത് കൂടുതൽ മെച്ചമാണ്. പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട്. ഈ യുറേനിയം റിയാക്ടറിൽ നിന്ന് നമുക്ക് യുറേനിയം നേരത്തെ പറഞ്ഞു, യുറേനിയത്തിന്റെ 235 ഉണ്ട്, 238 ഉണ്ട്. റിയാക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈക്ക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 235 ഒരു 3.5% ഒക്കെ മതി, അല്ലെ 4% താഴെ മതി. ബാക്കി എന്താണ്? 238 ആണ്. അതിൽ കുറച്ച് ഭാഗത്തിന് ഇവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിച്ച് പ്ലൂട്ടോണിയമായിട്ട് മാറും. ഈ പ്ലൂട്ടോണിയം വേണമെങ്കിൽ ഈ സ്പെൻ ഫ്യുവൽ എന്ന് പറയുന്നതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. അങ്ങനെ വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജിയൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. ആ പ്ലൂട്ടോണിയത്തെ വേണമെങ്കിൽ എന്തിനു ഉപയോഗിക്കാം? ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. പ്ലൂട്ടോണിയം ബോംബ് നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ USA. അപ്പോ അതൊരു സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത എവിടെയില്ല? തോറിയത്തിനില്ല. തോറിയത്തിന്റെ അവശിഷ്ടം നമ്മൾ ദീർഘകാലം സൂക്ഷിക്കേണ്ട. അതിനെ പിന്നീട് അതിൽ നിന്ന് ഫ്യുവലോ അല്ലെങ്കിൽ ഇത് അറ്റോമിക് ബോംബിന്റെ മെറ്റീരിയലോ ഉണ്ടാവുകയില്ല. ആ നിലയിലും തോറിയം റിയാക്ടറുകൾ വർദ്ധിച്ചാൽ ആ നിലയിലുള്ള അപകടത്തെയും കുറയ്ക്കാൻ കഴിയും. ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ മെച്ചം മാത്രമല്ല ഉള്ളത്. ഇത് തോറിയത്തിന്റെ സോഴ്സ് പ്രധാനമായും മൊണാസൈറ്റ് എന്ന് വിളിക്കുന്ന മിനറലാണ്. അത് പല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിന്റെ എക്സ്ട്രാക്ഷൻ കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. അതിൽ നിന്ന് മൊണാസൈറ്റിൽ നിന്ന് തോറിയം വേർതിരിച്ചെടുക്കുക. മൊണാസൈറ്റില് തോറിയം കൂടാതെ മറ്റു ചില റെയർ എർത്ത് എന്ന് വിളിക്കുന്ന മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങളുടെ പേരുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇതിനെ വേർതിരിച്ചെടുക്കണം. അതിനൊക്കെ പ്രയോജനമുള്ളതാണ്. അതും വളരെ അധികം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് അതിന്റെ കൂടെ ഉള്ളത്. ഇതിനെയൊക്കെ വേർതിരിച്ചെടുത്ത് വേണം ഇത് തോറിയം എക്സ്ട്രാക്ട് ചെയ്യാൻ. അതൊരു ടഫായ പ്രോസസ്സാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ തോറിയം ഉണ്ടാക്കി തോറിയം എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിനെ യുറേനിയമാക്കി മാറ്റുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് റിയാക്ടറിലാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റിയാലും എന്താണ്? അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഈ തോറിയം റോഡുകൾ, തോറിയത്തിന്റെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും. ആ റോഡുകൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ റോഡുകൾ പിൻവലിക്കുക. കുറച്ച് കഴിഞ്ഞ് അത് പിൻവലിക്കുക. അപ്പൊ അതില് തോറിയം യുറേനിയം 233 ആയിട്ടുണ്ടാവും. അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് കെമിക്കൽ പ്രോസസ് കൊണ്ട് ചെയ്യുക. അത് ഈസിയാണ്. പക്ഷെ അത് റിമോട്ട്ലി കൺട്രോൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ തോറിയം പോലെയുള്ള മൂലകങ്ങളും അതിന്റെ മറ്റു ചില സംഗതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഗാമാ റേ റേഡിയേഷൻ വരും. ഗാമാ റേ റേഡിയേഷന്റെ സ്വഭാവം അത് ലോങ് റേഞ്ച് ആണ്, പെനിട്രേറ്റിംഗ് ആണ്. ആൽഫ റേയും കുറച്ച് പെനിട്രേറ്റിംഗ് ആണ്. സാധാരണ ആൽഫ റേ ആണ് അപകടം ഉണ്ടാക്കുന്നത്. ആൽഫ റേ അപകടം ഉണ്ടാക്കുന്നത് വളരെ ക്ലോസ് റേഞ്ചിൽ വരുമ്പോഴേ അത് അപകടം ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഇതിനെ അല്പം റിമോട്ട്ലി കൺട്രോൾ ചെയ്യണം. കുറച്ചുകൂടെ ലോങ് റേഞ്ചിലേക്ക് ഇതിന്റെ റേഡിയേഷൻ അപകടം ഉള്ളതുകൊണ്ട്. അപ്പൊ ആ നിലയിലും ഇതിന് അങ്ങനെ ഒരു പ്രയാസം ഈ കൂട്ടത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി നമ്മളിത് ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ ലോകം മുഴുവനുമുള്ള തോറിയം നിക്ഷേപത്തിന്റെ ഏതാണ്ട് 4/1 ഭാഗം ഇന്ത്യയിലാണ്. 25% കുറച്ച് താഴെ ഇന്ത്യയിലുണ്ട്. 50,000 ടണ്ണോളം തോറിയം നമുക്കുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോ എന്താണ്? എത്രയോ വർഷങ്ങൾ നമ്മുടെ ഊർജാവശ്യം വേണമെങ്കിൽ തോറിയം കൊണ്ട് നിറവേറ്റാവുന്ന ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് തോറിയത്തെ കുറിച്ചുള്ള നമ്മുടെ നാട്ടിലും ഈ അന്വേഷണം അത്രയധികം ഊർജിതപ്പെടാനുള്ള കാര്യം. അപ്പൊ നമ്മുടെ മണ്ണിലാണെങ്കിലും മൊണാസൈറ്റും ഇൽമിനൈറ്റും ഉണ്ട്. ഇൽമിനൈറ്റ് മാറ്റണം. ഇൽമിനൈറ്റ് മാറ്റി അതിൽ നിന്നാണ് ടൈറ്റാനിയം ഒക്കെ എടുക്കുന്നത്. ഈ മൊണാസൈറ്റിലും നമ്മുടെ മണലിൽ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് നമ്മുടെ മൊണാസൈറ്റിലും അല്പം ടൈറ്റാനിയം ഒക്കെ ഉണ്ടാവും. അതൊക്കെ വേർതിരിച്ച് മാറ്റിയിട്ട് വേണം തോറിയം എടുക്കേണ്ടത്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ ഇന്ത്യയിൽ 50,000 ടൺ ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ഒരു 15-16% വരെ, 12 മുതൽ 16% വരെ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ചില ദിക്കിൽ 12, ചില ദിക്കിൽ 16 വരെയൊക്കെ ശതമാനം പല സാമ്പിളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് 12 മുതൽ 16 വരെ എന്ന് പറയുന്നത്. ഇനി തോറിയം സെപ്പറേഷനുള്ള അവകാശം ആർക്കാണ്? മൊണാസൈറ്റ് ഖനനം ചെയ്യാനുള്ള അവകാശം ആർക്കാണ് എന്നുള്ള ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് കുറെ നിയമങ്ങളുണ്ട്. ഈ ആണവ മൂലകങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ. അതിൽ കുറെ വ്യത്യാസങ്ങൾ. തുടക്കത്തിൽ അത് എവിടെ തന്നെയായിരുന്നു? ഗവൺമെന്റ് ഏജൻസിക്ക് മാത്രമേ അതിന് ചെയ്യാനുള്ള, പബ്ലിക് സെക്ടറിന് മാത്രമേ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മൊണാസൈറ്റ് അറ്റോമിക് എനർജി കമ്മീഷന്റെ അല്ലെങ്കിൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമേ അത് ചെയ്യാനുള്ളത് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതില്
ചെറിയ വ്യതിയാനങ്ങളൊക്കെ വന്നു തുടങ്ങി ഈ 2000-ന്റെ തുടക്കത്തോടു കൂടി. പിന്നെ ഇൻഡോ യു എസ് കരാറൊക്കെ വരുമ്പോൾ അതിലെ ചെറിയ ഡയലൂഷൻസ് ഒക്കെ വന്നു തുടങ്ങി. ആ സമയത്താണ് ഇവിടെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഇതിന്റെ ലൈസൻസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചർച്ചകളും കുറച്ച് വിവാദങ്ങളും ഒക്കെ ഉണ്ടായത്. പക്ഷെ ആ നിയമത്തിൽ കുറച്ചൊരു ഭേദഗതികളൊക്കെ വന്നു. 2016 വന്നു അതിന് കൊടുക്കുന്ന കൺസെഷൻസ് എന്ന് പറഞ്ഞിട്ട്. 2019 അതിന് വീണ്ടും ഭേദഗതി വരുന്നു. 19 ഭേദഗതിയോടുകൂടി ഏതാണ്ട് കൺസെഷൻ അവസാനിക്കുകയാണ്. കാരണം എവിടെയെങ്കിലും ഒരു എക്സ്കവേഷൻ നടന്ന് അവിടെ ഇതിലുണ്ട് എന്ന് കണ്ടാൽ അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള അവകാശം പബ്ലിക് സെക്ടർ കമ്പനിക്ക് മാത്രമേ ആണെങ്കിൽ അതിന് തുടർന്ന് കൊണ്ടുപോകാം. ഈ ആണവ മൂലകം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, തോറിയമോ യുറേനിയമോ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. 2019 ഭേദഗതി വരുന്നു. സ്വകാര്യ കമ്പനി ആണെങ്കിൽ അതിന് നേരത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് പ്രകാരമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന മട്ടില് അത് അവർക്ക് കൊണ്ടുപോകാനുള്ള അവകാശം ഇല്ല. ഇത് എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ തന്നെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ബാധ്യതയുമാണ്. ഇതിനി ഒരു ഖനനം ചെയ്യുന്ന ഖനിജം, അതായത് മിനറൽ ആണവ മൂലകമാണോ ആണവ മൂലകം ഉള്ളതാണോ എന്ന് തീരുമാനിക്കാൻ ഒരു ക്രൈറ്റീരിയൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതില് എത്ര ശതമാനം ഈ ആണവ മൂലകം വേണമെന്നുള്ളത്. അതിന്റെ ശതമാനം 0 2019. എന്ന് വെച്ചാൽ ഒരു അല്പമെങ്കിലും ട്രേസ് എങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അത് തുടർന്ന് കൊണ്ടുപോകാൻ ആർക്ക് കഴിയില്ല. ഒരു സ്വകാര്യ കമ്പനി ഖനനം ചെയ്തു, അവിടെ ഒരു അല്പ ട്രേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് അത് നിർത്തിവെച്ച് പോകാനേ കഴിയുള്ളൂ. അപ്പൊ ഇടയ്ക്ക് കുറച്ചൊരു റിലാക്സേഷൻ വന്നതുകൊണ്ടാണ് സ്വകാര്യ കമ്പനിയുടെ പേരൊക്കെ അവിടേക്ക് കയറി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2019 മുതൽ അവകാശം വീണ്ടും എന്തായി, പൂർണ്ണമായും സർക്കാർ കമ്പനിക്കായി എന്ന് പറയാം. ഇതാണ്. പിന്നീട് 2023 ശാന്തി നിയമം വരുന്നു. ശാന്തി നിയമത്തില് ഇത് എന്താണ്, പലതും പ്രൈവറ്റൈസ് ചെയ്യാം. പ്രോസസ് ചെയ്യുന്നത് പ്രൈവറ്റൈസ് ചെയ്യാം. ആണവ ഇത് യുറേനിയം കുഴിച്ചെടുത്തു, അത് പ്രോസസ് ചെയ്യുന്നത് പ്രൈവറ്റൈസ് ചെയ്യാൻ, പ്രൈവറ്റ് മൂലധനം അതിലേക്ക് കൊണ്ടുവരാൻ, വിദേശ മൂലധനം കൊണ്ടുവരാൻ, ആണവ ഉപകരണങ്ങൾ കൊണ്ടുവരാൻ, ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ ഒക്കെ സ്വകാര്യ ഏജൻസിയുടെ പങ്കാളിത്തം, വിദേശ ഏജൻസികളുടെ പങ്കാളിത്തം 2023 ശാന്തി നിയമപ്രകാരം നൽകിയിട്ടുണ്ട്. പക്ഷെ ഖനനം ഇപ്പോഴും എവിടെയാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ കുത്തകയാണ് എന്ന് തന്നെ പറയാം. ആണവ മൂലകങ്ങളുടെ ഖനനം തന്നെയുമല്ല, ഇപ്പോഴൊരു മൈനിങ്ങിന്റെ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. അതനുസരിച്ചിട്ട് എവിടെയും എന്ത് കണ്ടെത്തിയാല് ഈ മൈനിങ് നടത്താൻ പറ്റിയ, അവിടെ ഖനിജം ഉള്ളതാണെന്ന്, മിനറൽസ് ഉള്ള ആണെന്നുള്ള ക്രൈറ്റീരിയൻ തീരുമാനിക്കേണ്ടതും കേന്ദ്ര ഗവൺമെന്റിന്റെ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ മേളിലുള്ള അവകാശം പോലും കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും എന്നാണ്. അവകാശം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് പക്ഷെ പ്രൈവറ്റൈസ് ചെയ്തുകൂടാ എന്നല്ല, സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാം. അതായത് ആരുടെ അവകാശം ഇല്ലാതെയാകുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ തദ്ദേശീയരായ ജനങ്ങളുടെ അവകാശം ഇല്ലാതെയാകുന്നു അവസാനത്തെ നിയമപ്രകാരം. അത് ആണവ ഇത് മൂലകങ്ങൾ എന്നല്ല, ഏത് ഖനിജത്തിന്റെയും സ്ഥിതി ഈ പുതിയ നിയമപ്രകാരം അങ്ങനെ ആയിട്ടുണ്ട്. അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആദ്യം ചെയ്തതിന് ശേഷമാണ് ആ നിയമം ഉണ്ടായത്. അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ എന്താ വെച്ചാല്, നമ്മുടെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, KMML ഉം IREL. IREL കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം, KMML കേരള സർക്കാർ സ്ഥാപനം. അവർ രണ്ടുപേരുമാണ് ഖനനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്കേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കാണ് ഈ ഡൈല്യൂഷന്റെ ഒക്കെ ഒരു പ്രശ്നം വന്നത്. ഇടയ്ക്ക് 2003 മറ്റോ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ലൈസൻസ് കൊടുത്തത് കേരള ഗവൺമെന്റ്. ഈ ഡൈല്യൂഷന്റെ ഭാഗമായിട്ടാണ് ആ ലൈസൻസ് കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്തു? ലൈസൻസ് ഒരിക്കലും പ്രാവർത്തികമായില്ല. അവർക്ക് ഖനനത്തിന് ഏർപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം പ്രക്ഷോഭങ്ങൾ ഉണ്ടായി, നിയമ കുരുക്കുകൾ ഉണ്ടായി, അതങ്ങനെ നീണ്ടുപോയി. 2019 ഖനനത്തിന്റെ അവകാശം ഇല്ലാതെ ആയി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനപ്രകാരം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം, പോളിസി പ്രകാരം തന്നെ. പക്ഷെ ആ ലൈസൻസ് റദ്ദാക്കാൻ കുറച്ച് വർഷങ്ങൾ കൂടി എടുത്തു. കാരണം അത് നിയമക്കുരുക്കിലായതുകൊണ്ട് അല്പം കൂടി വർഷങ്ങൾ എടുത്തു. അതാണ് അതിന്റെ പശ്ചാത്തലം. ബാക്കിയൊക്കെ വിവാദങ്ങൾ ഇങ്ങനെ ഒലിപ്പിച്ചതാണ്. ഇനി ഇത് KMML എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, അത് ഇൽമനൈറ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ടൈറ്റാനിയവും അതിൽ നിന്ന് സ്പോഞ്ചി ടൈറ്റാനിയം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സിർക്കോൺ എന്ന് വിളിക്കുന്ന ഒരു മിനറൽ ഉണ്ട്, അതിൽ നിന്ന് സിർക്കോണിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവര് ഈ മൊണാസൈറ്റ് വേർതിരിച്ച് ആദ്യകാലത്ത് അത് തിരിച്ചങ്ങ് നിക്ഷേപിക്കുകയായിരുന്നു ഡീപ്പായിട്ട്.
കാരണം അതിൽ റേഡിയേഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. പിന്നീട് അവർ ചെയ്യുന്നത് വലിയ കോൺക്രീറ്റ് അറകളിൽ അത് സൂക്ഷിക്കുക, IREL അത് കൈമാറുക, IREL ആവശ്യപ്രകാരം. IREL ആണ് അതിനെ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് തോറിയൊക്കെ വേർതിരിച്ചെടുത്തുകൊണ്ടിരുന്നത് IREL ആണ്. അതാണ് അതിന്റെ ഒരു സ്ഥിതി. അത് അവർക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മൊണാസൈറ്റ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം നിയമപ്രകാരം നേരത്തെ അങ്ങനെയായിരുന്നു, പോളിസി പ്രകാരം അങ്ങനെയായിരുന്നു. അപ്പൊ KMML ഖനനം ചെയ്യാം, പക്ഷെ പ്രോസസ്സിങ് ഈ ലൈസൻസോട് കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ KMML ഇതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, കാരണം ഇപ്പോഴത്തെ നിയമപ്രകാരം 2023 നിയമപ്രകാരം പ്രോസസ്സിങ് സ്വകാര്യ കമ്പനിക്ക് വിടാവുന്നതാണ്. അപ്പോ ടെൻഡർ വിളിച്ചേ അത് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ നിയമപ്രകാരം. അപ്പൊ അതനുസരിച്ച് ഒരു ടെൻഡർ വിളിക്കുകയും അതിന് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു. കാരണം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. IREL വളരെ അതിൽ നിന്നൊരു ഭാഗം മാത്രമേ അവരെടുത്ത് കൈകാര്യം ചെയ്യുന്നുള്ളൂ. അപ്പൊ IREL ഖനനം ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവര് ഇൽമനൈറ്റ് വേർതിരിച്ച് എന്ത് ചെയ്യാണ്, ഇൽമനൈറ്റിൽ നിന്ന് റൂട്ടൈൽ എന്ന് വിളിക്കുന്ന അതിന്റെ കുറച്ചുകൂടി സംസ്കരിച്ച ഒരു രൂപം, ടൈറ്റാനിയം ഓക്സൈഡ് തന്നെയാണ് അത്, സംസ്കരിച്ച ഒരു രൂപം. പക്ഷെ അത് പെയിന്റിന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല, വീണ്ടും ചെയ്യണം. അത് അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മിക്കവാറും CMRL കിട്ടുന്നത്. അവര് ചിലപ്പോ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് മൊണാസൈറ്റ് വേർതിരിച്ചിട്ട് ബാക്കിയുള്ള മണൽ അങ്ങനെ തന്നെ കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് ഇൽമനൈറ്റ് വേർതിരിച്ചത് അത് വിൽക്കാറുണ്ട്. ഇനി റൂട്ടൈല് കൊടുക്കാറുണ്ട്. അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യുന്നത് അത് കൊടുക്കുന്നു. മൊണാസൈറ്റ് അവർ പ്രോസസ് ചെയ്യും, IREL പ്രോസസ് ചെയ്യും. ഇതാണ് കേരളത്തിൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരുന്ന കാര്യം. അതിന്റെ യഥാർത്ഥ പിക്ചർ അത്രയേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. കേരളത്തിൽ ഇത്, ഇന്ത്യയിൽ 50,000 ടണ്ണുണ്ട്, കേരളത്തിൽ അതിന്റെ ഒരു 16% വരെയെന്നും ഞാൻ പറഞ്ഞുവല്ലോ. അതിന്റെ റൈറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇനി നമ്മളിത് ഇന്ത്യയുടെ ഒരു പോളിസി അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ആണവ ശേഷി, ആണവ ഊർജശേഷി വികസിപ്പിച്ചതെന്ന് ആലോചിക്കാം. തുടക്കത്തിൽ തന്നെ ബാബയുടെ കാലം മുതലേ, ഹോമിജെ ബാബയുടെ കാലം മുതലേ 3 സ്റ്റേജസ് ആയിട്ടാണ് എൻവിസേജ് ചെയ്തത്. ഒന്ന് യുറേനിയം ബേസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ, താരാപൂർ മുതൽ തുടങ്ങിയ പ്ലാന്റുകൾ, ബാർക്കിലെ ഗവേഷണങ്ങൾ, ട്രോംബെ ബാർക്കിലെ ഗവേഷണങ്ങൾ, ഇതൊക്കെ യുറേനിയം ബേസ്ഡ് ആയിട്ട്, യുറേനിയം 235 അത് എന്ത് ചെയ്യുക, അതിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ചെടുക്കുക, എന്നാലേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. വർദ്ധിപ്പിച്ചെടുത്ത് ഈ ഹെവി വാട്ടർ എന്ന് വിളിക്കുന്ന വാട്ടർ കൂളന്റ് ആയിട്ടും അതിന്റെ മോഡറേറ്റർ ആയിട്ടും അത് തന്നെയാണ്, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ പ്ലാന്റുകളാണ് ആദ്യ ഘട്ടത്തിലേത്. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, നമ്മൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പല റിയാക്ടേഴ്സ് നിർമ്മിച്ചു. പരീക്ഷണത്തിൽ നിന്ന് അതിന്റെ പ്രാവർത്തനത്തിലേക്ക് പോയി. ഇനി അവിടുത്തെ സ്പെൻ ഫ്യൂവലിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുക. കാരണം അവിടെ അല്പം പ്ലൂട്ടോണിയം കൂടി ഉണ്ടാകും. ഈ യുറേനിയം 238 രൂപാന്തരം വന്നിട്ടുണ്ട്. കാരണം ഈ അറ്റോമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകൾ വന്ന് ഒരു ആറ്റത്തെ പിളർക്കുന്നതാണ്. ഇവിടെ യുറേനിയം 238 പിളർക്കില്ല, അതിനെ പ്ലൂട്ടോണിയമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിയാക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ അതാണ് ആദ്യത്തെ ഘട്ടം. ഈ പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന ആ പ്ലൂട്ടോണിയത്തെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റേജ് അത് ബ്രീഡർ റിയാക്ടർ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നൊക്കെയാണ് എൻവിസേജ് ചെയ്തിരുന്നത്. അത് അതിന്റെ അടുത്ത സ്റ്റേജ് ആണ് പ്ലൂട്ടോണിയം റിയാക്ടർ. ഇനി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് വിളിക്കുന്ന റിയാക്ടർ ഉണ്ട്. അവിടെ പ്ലൂട്ടോണിയം യുറേനിയം അലോയ് ആയിട്ടാണ് അത് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് യുറേനിയം എൻറിച്ച്ഡ് അല്ലാതെ തന്നെ പ്ലൂട്ടോണിയം ആണ് അവിടുത്തെ ഫ്യൂവൽ. പക്ഷെ ആ റിയാക്ടറിന് എന്ത് ക്വാളിറ്റി ഉണ്ട്, അതില് നമ്മൾ എത്ര ന്യൂക്ലിയർ ഫ്യൂവൽ ഉപയോഗിക്കുന്നുവോ അതിലധികം ന്യൂക്ലിയർ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മളൊരു 100 ഗ്രാം പ്ലൂട്ടോണിയം ഉപയോഗിച്ചു, ആ പ്ലൂട്ടോണിയം റിയാക്ടർ തന്നെ തുടങ്ങാൻ അല്പം യുറേനിയം വേണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ അതിന്റെ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. 100 ഗ്രാം പ്ലൂട്ടോണിയം ഉപയോഗിച്ചെങ്കിൽ ഈ സ്പെൻഡ് ഫ്യൂവലില്, അതിനൊരു സ്പെൻഡ് ഫ്യൂവൽ അല്ല, അതിന്റെ ഒരു കവറിങ് കൊടുത്തിരിക്കും. ആ കവറിങ്ങിലാണ് എന്ത് വരിക, ഈ യുറേനിയം 238 ഒരു കവറിങ് കൊടുത്തിരിക്കും. ആ കവറിങ്ങിലെ 238 പ്ലൂട്ടോണിയമായിട്ട് അത് രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഈ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന പ്ലൂട്ടോണിയത്തിന്റെ എമൗണ്ട് ഏതിനേക്കാൾ കൂടുതലായിരിക്കും, നമ്മൾ ഉപയോഗിച്ച പ്ലൂട്ടോണിയത്തിന്റെ എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം അതാണ്. പിന്നെ അവിടെ ഈ ഇത് ന്യൂക്ലിയർ റിയാക്ഷൻ നടത്തുന്ന ന്യൂട്രോണും ഇത് സ്പ്ലിറ്റിംഗ് നടത്തുന്ന ന്യൂട്രോണും മറ്റേ
യുറേനിയം 238 പ്ലൂട്ടോണിയം ആക്കി രൂപാന്തരപ്പെടുത്തുന്ന ന്യൂട്രോണും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ സ്പീഡ് കുറഞ്ഞ ന്യൂട്രോൺസ് ആണ് എന്ത് ചെയ്യുക, ഈ ആറ്റത്തെ പിളർക്കുക. സ്പീഡ് കൂടിയത് അതിൽ ക്യാച്ച് ചെയ്യുകയാണ് ചെയ്യുക. അതിന്റെ കോംപ്ലക്സ് ആയ കാരണമാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോ എന്തായാലും 238 നമ്മൾ പ്ലൂട്ടോണിയം ആക്കി അവിടെ മാറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. കൽപ്പാക്കത്ത് അതിന്റെ 500 മെഗാവാട്ട് ശേഷിയുള്ള പൈലറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് റിയാക്ടർ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തനക്ഷമമായി എന്നല്ല, അത് ക്രിട്ടിക്കലായി ഈ കഴിഞ്ഞ ഏപ്രിൽ. ക്രിട്ടിക്കലായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതുവരെ അത് റൺ ചെയ്യാൻ നമ്മൾ പുറത്തുനിന്നുള്ള പുഷ് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് അവിടുത്തെ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയി നടക്കാൻ, സ്വയം കണ്ടിന്യൂസ് ആയി നടക്കാൻ വേണ്ട ഒരു സാങ്കേതിക ശേഷി നമ്മൾ ആർജിച്ചിരുന്നില്ല. ഇപ്പോൾ ആ സാങ്കേതിക ശേഷി ആർജിച്ചിരിക്കുന്നു. ആ ചെയിൻ റിയാക്ഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ ആറ്റങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഈ യുറേനിയം 238 പ്ലൂട്ടോണിയമായി മാറുന്ന പ്രവർത്തനവും അവിടെ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രത്യേകത. അതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം എത്ര കത്തിക്കുന്നോ അതിൽ കൂടുതൽ ഇന്ധനം അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളൂ. ഇതിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താണ്? ഈ യുറേനിയത്തെ നമ്മൾ പ്ലൂട്ടോണിയം ആക്കുന്നത് പോലെ അതിൽ എന്ത് വെക്കാം? തോറിയം വെച്ചാൽ തോറിയത്തെ യുറേനിയം 233 ആക്കാം. അതിനെ നമുക്ക് ഇന്ധനമാക്കാം. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളുടെയും പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു പൂർണ്ണതോതിൽ അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. അത് ചെയ്യുന്നു, അതിന്റെയും നീക്കത്തിലാണ്. പക്ഷെ ഈ റിയാക്ടർ ഓക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. റിയാക്ടർ കണ്ടിന്യൂസ് ആയി പ്രവർത്തിക്കത്തക്ക രീതിയിൽ ക്രിട്ടിക്കലായി ശേഷി ആർജിച്ചിരിക്കുന്നു ഫാസ്റ്റ് ബ്രീഡർ എന്ന്. ആ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നമുക്ക് തോറിയത്തെ കൺവേർട്ട് ചെയ്യാനും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി തോറിയത്തെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ BARCയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ യുറേനിയം റിയാക്ടറിൽ തന്നെ ഈ തോറിയം പെല്ലറ്റ്സ് ചേർത്തിട്ട് ആ പെല്ലറ്റ്സ് പിന്നീട് അവിടുന്ന് എടുത്തു മാറ്റത്തക്ക രീതിയിൽ തോറിയം പെല്ലറ്റില് കുറച്ച് തോറിയം എന്തായിട്ട് മാറും? യുറേനിയം 233 ആയിട്ട് മാറ്റി അവിടുന്ന് യുറേനിയം 233 എവിടെ? ബാർക്കിൽ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അത് എവിടെ കൊണ്ടുവന്നു? കാമിനി എന്ന് പറയുന്ന കൽപ്പാക്കത്തെ റിയാക്ടറിൽ കൊണ്ടുവന്ന് ഈ യുറേനിയം 233 റിയാക്ടറും അതൊരു മിനി റിയാക്ടറാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോ നമ്മളത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു. ഇനി ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ എന്ത് ചെയ്യാം? നല്ല വൻതോതിൽ ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നല്ല തോതിൽ ചെയ്യാൻ പറ്റും. അത് എടുത്താൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും പറ്റും. അതിന്റെ ശേഷി നമ്മൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോഴിതിന്റെ ചർച്ച വ്യാപകമാകാനുള്ള അടുത്ത കാരണം. അപ്പോ നമ്മൾ ഈ 3 സ്റ്റേജ് പ്രോസസ്സ് വരുമ്പോഴാണ്, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം താരാപൂർ പ്ലാന്റ് വരുന്നു, USSRന്റെ സഹകരണമുണ്ട്. പിന്നീട് നമ്മൾ ആണവ വിസ്ഫോടനം, അതിനു മുമ്പ് തന്നെ US എംബാർഗോ വരുന്നു. ആണവ വിസ്ഫോടനത്തോടു കൂടി US എംബാർഗോ ആകുന്നു. അപ്പോ ആർക്കും നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ ആണവ ഇന്ധനമോ ആണവ റിയാക്ടറുകളുടെ ഭാഗങ്ങളോ സിവിലിയൻ ആവശ്യത്തിന് ഉൾപ്പെടെ ലഭ്യമാകില്ലായിരുന്നു. നമ്മൾ സ്വയം ശേഷി ആർജിക്കുക എന്നതേ അതിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ഒരു മാറ്റമാണ് ഈ കരാറിൽ, ഇൻഡോ US കരാറിൽ. അപ്പോൾ US ഇത് സപ്ലൈ ചെയ്യുന്ന നിലയിലേക്ക് നമ്മളൊരു ആണവ ശക്തിയെ അവർ അംഗീകരിക്കുന്നു. അപ്പോൾ US സപ്ലൈ ചെയ്യുക. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടായി. എന്താ വെച്ചാല് ഇൻഡോ US കരാർ വരുന്നുടനെ ഈ സപ്ലയറും ഇവിടുത്തെ ഓപ്പറേറ്റർ ഇവിടെ വേറൊരു ജോയിന്റ് വെഞ്ചർ ആയിരിക്കാം, അവർ സപ്ലയർ ഒരു കൂട്ടര്, അതൊക്കെ പ്രത്യേകം പ്ലോട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോ ഈ സപ്ലയർക്ക് ഇതിനൊരു അപകടം ഉണ്ടായ ലയബിലിറ്റി, അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും വലിയ വിവാദം ഉണ്ടായി. 2010 അപ്പോ ആ ലയബിലിറ്റിക്ക് ഒരു നിയമം കൊണ്ടുവരുന്നു. ഈ സപ്ലയറുടെ ലയബിലിറ്റി ഉണ്ട് എന്ന് അതിനൊരു ലിമിറ്റ് ഒക്കെ വെച്ചിരുന്നു. എങ്കിലും സപ്ലയറുടെ ലയബിലിറ്റി, ഈ തർക്കം തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിലെ US സഹകരണത്തോട് തുടങ്ങിയ റിയാക്ടർ ഇപ്പോഴും പ്രവർത്തനക്ഷമമായിട്ടില്ല. നോക്കണം, എത്ര മുന്നേ തുടങ്ങിയതാണിത്. ഈ തർക്കങ്ങൾ കൂടി അതിനൊരു കാരണമാണ്. ഒരു കാരണം എന്താണ്? ഏത് ആണവ റിയാക്ടറും എന്ത് ചെയ്യാന്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട സമയം, അതൊരു പ്രവർത്തന നിരതമാക്കി എടുക്കാൻ വേണ്ട സമയം വളരെ അധികമാണ്. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് അധികമാണ്. ഇത് കൂടാതെ ഇവിടെ ലയബിലിറ്റിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. 2010 നിയമത്തിലാണ് അത് ഈ ലയബിലിറ്റി, സപ്ലയർക്ക് ലയബിലിറ്റി ഫിക്സ് ചെയ്ത സംഗതി 2010 ഒരു നിയമം ഉണ്ടായിരുന്നു. ഇന്ന് ശാന്തി ആക്ട് വന്നിരിക്കുന്നു. ശാന്തി ആക്ട് പ്രകാരം എന്താണ്? സപ്ലയറുടെ ലയബിലിറ്റി ഇല്ല. ലയബിലിറ്റി ആർക്കേ ഉള്ളൂ? ഓപ്പറേറ്റർക്കേ ഉള്ളൂ.
ഓപ്പറേറ്റർ ആരായിരിക്കും ഇവിടെ വരിക? പൊതുമേഖല ആയിരിക്കും ഒരു പങ്ക്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കും രണ്ടാമത്തത്. ഫലത്തില് അതിന്റെ ലയബിലിറ്റിയുടെ ചുമതല ആർക്കിരിക്കും? ഇന്ത്യയുടെ പൊതുമേഖലയ്ക്കിരിക്കും. ഒരു ന്യൂക്ലിയർ അപകടം ഉണ്ടായാൽ ഈ ശാന്തി നിയമം അനുസരിച്ച്. അപ്പൊ ശാന്തി നിയമം നമുക്ക് കൊണ്ടുവരുന്നത് ശാന്തിയാണോ അശാന്തിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതനുസരിച്ച് നാളെ ഫോൾട്ടി ആയ ഒരു എക്യുപ്മെന്റ് സപ്ലൈ ചെയ്താൽ പോലും എന്തില്ല, ഈ സപ്ലയർക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ല, അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തിന് ഉത്തരവാദിത്തം ഇല്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ശാന്തി നിയമപ്രകാരം. അപ്പോൾ ഈ സംഗതിയൊക്കെ എന്താണ്, നമ്മൾ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആയിക്കോട്ടെ, മറ്റെന്ത് സംഗതി ആയിക്കോട്ടെ, ഏതായാലും അറ്റോമിക് എനർജി, അതിന്റെ ഉപയോഗം, അതിന്റെ ആണവ ആയുധങ്ങൾക്കായിട്ടുള്ള ഉപയോഗം, ഇതൊക്കെ പൊളിറ്റിക്കൽ എക്കോണമി ആയിട്ടും ജിയോ പൊളിറ്റിക്സുമായിട്ടും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. നമ്മളല്ലാതെ അത് വെറും സയൻസ് അതങ്ങോട്ട് ചെയ്തിട്ട് നമുക്ക് ഊർജ്ജം ഇങ്ങോട്ട് വരുന്നു എന്ന രീതിയിൽ കാണുന്നത്. കാരണം ഈ പോളിസി തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം, ഇന്ത്യയുടെ പോളിസി തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. പോളിസി മാറുന്നതല്ല, സാഹചര്യങ്ങൾ മാറുന്നു, പിന്നീട് ബാഹ്യ സമ്മർദ്ദങ്ങൾ ഏറുന്നു. ഇപ്പോഴെന്താണ് നമ്മൾ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ആണവ 2000ത്തിന്റെ തുടക്കത്തിലൊക്കെ എന്താ വെച്ചാല് ലോകത്തെവിടെയും ഈ ആണവ റിയാക്ടറുകൾ പുതിയതൊന്നും നിർമ്മിക്കാതെ ആവുന്ന ഒരു കാലം ഉണ്ടായി. ആ സമയത്താണ് ഇതില് അവിടെയൊക്കെ അത് കുറച്ചൊക്കെ പ്രൈവറ്റൈസ് ചെയ്യുകയും എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു. അപ്പൊ എന്താണ്, അവർക്ക് ഇത് എവിടെയെങ്കിലും വിൽക്കാൻ കിട്ടുന്ന സ്ഥലം എവിടെയാണ്, അതിന്റെ വേണ്ടിയിട്ടുള്ള പുഷ് ആയിരുന്നു നമ്മൾ ഈ ഇൻഡോ US കരാറിലേക്കൊക്കെ പോയത്. യഥാർത്ഥത്തിൽ അന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻഡിജീനിയസ് ശേഷി തന്നെ വർദ്ധിപ്പിക്കാമായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. നമ്മളിത് പെട്ടെന്ന് വൈദ്യുതി ഉണ്ടാക്കാനാണ് അത് അന്ന് ഇത് കരാറിലേക്ക് എത്തുകയും നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി വരുന്ന വലിയ സമയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇത് ഇറക്കുമതി ചെയ്യാമെന്ന് തീരുമാനിച്ചത്, ഉപകരണങ്ങളും ഇന്ധനവും. ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയും പോയി കരാറിൽ എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയ പോയിട്ട് യുറേനിയം ഒക്കെ ഇറക്കുമതി ചെയ്യാൻ കരാറിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു സ്ഥിതി. ഇതിന്റെ താല്പര്യം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. തോറിയം കൂടുതൽ അവൈലബിൾ ആണ്. തോറിയം റിയാക്ടർ കുറെ കൂടി യുറേനിയം റിയാക്ടറിനേക്കാൾ അപകട സാധ്യത കുറഞ്ഞതാണ്. തോറിയം നമുക്ക് ആവശ്യത്തിനുണ്ട്. ഇനി വൈദ്യുതി ആവശ്യം എന്തായാലും വർദ്ധിക്കുകയാണ്. ഈ കാരണങ്ങളാലൊക്കെയാണ് ഇതിൽ താല്പര്യം ഏറി വരുന്നത്. അപ്പോ കേരളത്തിലും ഉണ്ട്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ നിയമങ്ങളും ഈ പോളിസികളും എങ്ങനെയൊക്കെയാണ് ഇതിനെ ബാധിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ട കാര്യമാണ്. താങ്ക് യു. ബൈ.